എടാ നീ കഴിഞ്ഞ മാസം എടുത്തരാന്ന് പറഞ്ഞല്ലേ, 3 മാസം എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ ഒരു കൊല്ലാവാൻ പോവാ. എടാ എനിക്ക് വീട്ടിൽ നിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അമ്മ ചോദിച്ചു തുടങ്ങി. ഈ മാസം തന്നെ ഞാൻ എടുത്തു തരാം. കുറച്ച് ഫണ്ടിന്റെ ഷോർട്ട് ഉണ്ട്, അതുകൊണ്ടൊന്ന് റെഡി ആയിക്കോട്ടെ. ഈ മാസം തന്നെ എടുത്തു തരാം. എടാ നീ കഴിഞ്ഞ മാസം ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ മാസം ഇത് തന്നെയാ പറഞ്ഞത്. പക്ഷെ ഈ 100 കൂട്ടം പ്രശ്നത്തിനിടെ ഇത് നടക്കണ്ടേ? നിന്നെ കൊണ്ട് പറ്റുന്നതേ പറയാവുള്ളൂ. ഞാൻ എടുത്തു തരാം എന്റെ ഒരു കോപ്പിലെ മാല. നിനക്കൊരാവശ്യം വന്നപ്പോ ആ മാല ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം ഒന്നിച്ചു പോകുമ്പോഴേ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്? നീ പറയുമ്പോൾ ഡ്രസ്സ്, മാല, റീചാർജ്, അതിനൊക്കെ ഞാൻ കണക്ക് പറയുന്നുണ്ടോ? എടാ അതുപോലെയാണോടാ ഇത്? എടാ എന്റെ വീട്ടിലറിയാതില്ല നിനക്ക് ആ മാല എടുത്തു തന്നത്. നിനക്ക് നാണമുണ്ടോ സ്നേഹിക്കുന്ന പെണ്ണോട് ഇങ്ങനെയൊക്കെ പറയാൻ? സ്നേഹം, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നാമത് ഞാൻ ഇപ്പൊ ഫിനാൻഷ്യലി അത്ര ഓക്കെ അല്ല. പിന്നെ വീട്ടിലെ പ്രഷറിനായി എനിക്ക് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ. എടാ ഞാനായിട്ട് മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കണതല്ല. എടാ അമ്മ ഗോൾഡ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പോരാത്തിന് അടുത്ത മാസം ഏട്ടന്റെ കല്യാണാ. അപ്പൊ എന്തായാലും ഗോൾഡ് എന്തെങ്കിലും ചോദിക്കില്ലേ? നീ ടെൻഷൻ ആവണ്ട, ഞാൻ എന്തേലും വഴി കാണാം. തൽക്കാലേ ഇതങ്ങ് വെച്ചിട്ട് ആ മാല എടുത്താലും